ചില ബന്ധങ്ങൾ അവസാനിക്കുമ്പോൾ ഒരു ജീവിതം തന്നെ അവസാനിപ്പിക്കേണ്ടി വരുമോ? പ്രണയബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ, പങ്കാളിയുടെ വേർപാട്, അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ മരണം. ഇത്തരം സംഭവങ്ങൾ ചെറുപ്പക്കാരുടെ മനസ്സിലുണ്ടാക്കുന്ന ആഘാതം ചിലപ്പോൾ വളരെ വലുതായിരിക്കും. നമ്മൾ പലപ്പോഴും കേൾക്കുന്ന വാക്കാണ് അവൾ പോയി, ഇനി എനിക്ക് ആരുമില്ല, അവനില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. പക്ഷെ ഒരു ബന്ധം തകർന്നതുകൊണ്ട് ജീവിതം അവസാനിച്ചെന്ന് കരുതാമോ? ഒരു വ്യക്തിയെ നഷ്ടപ്പെട്ടതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ വില നഷ്ടപ്പെടുന്നില്ലെന്നേ. എന്നാൽ ആ നിമിഷത്തിൽ അത് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നവരുണ്ട്. കണ്ണൂരിലെ അമൽ എന്ന ബാങ്ക് ഉദ്യോഗസ്ഥൻ ജീവനൊടുക്കിയത് പ്രതിശ്രുത വധു ആത്മഹത്യ ചെയ്തതിന് പിന്നാലെയാണ്. എന്താണ് ഇതുവരെയും ജീവനൊടുക്കാൻ പ്രേരിപ്പിച്ചതെന്നറിയണം. അമലും അനുശ്രീയും തമ്മിൽ വിവാഹം വരെ ഉറപ്പിച്ചതാണ്. അതിനിടെയാണ് കഴിഞ്ഞ ദിവസം അമലിനെ വീഡിയോ കോളിൽ വിളിച്ച് ലൈവായി അനുശ്രീ ജീവനൊടുക്കിയത്. പിന്നാലെ യുവാവിൻ്റെ ആത്മഹത്യ. എന്തായിരിക്കും ഇവർക്കിടയിൽ സംഭവിച്ചത്? മരണത്തിലെന്തെങ്കിലും ദുരൂഹത സംശയിക്കണം. വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. പ്രിയപ്പെട്ടവരുടെ വിയോഗം നമ്മളിൽ വലിയ മാനസികാഘാതമുണ്ടാക്കാറില്ല. പങ്കാളിയുടെ മരണം പോലുള്ള വലിയൊരു നഷ്ടം പലരുടെയും ജീവിതം തന്നെ തകർത്ത് കളയാറുണ്ട്. അതിൻ്റെ സങ്കടവും ദുഃഖവും മാറാൻ കുറേ സമയമെടുക്കും. ജീവിതത്തിൽ ഇതുപോലെ കുറേ നഷ്ടങ്ങൾ സംഭവിക്കാം. എന്നാൽ അവിടെ അവസാനിപ്പിക്കേണ്ടതാണോ നമ്മുടെ ജീവിതം? ചില ബന്ധങ്ങൾ അങ്ങനെയാണ്. വിട്ടുപിരിയുമ്പോൾ വലിയ വേദനയുണ്ടാകും. കാസർഗോഡ് സ്വദേശിനിയായ അനുശ്രീയും കണ്ണൂരിലെ അമലും തമ്മിൽ ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചതാണ്. വിവാഹം വരെ ഉറപ്പിച്ചതാണ്. പിന്നീട് എന്തായിരിക്കും അവരുടെ ബന്ധത്തിൽ സംഭവിച്ചത്? കാസർഗോഡ് പ്രതിശ്രുത വധുവിന് പിന്നാലെ വരനും ജീവനൊടുക്കിയതോടെ പല സംശയങ്ങളും ഉയരുന്നുണ്ട്. ബാങ്ക് ഉദ്യോഗസ്ഥരായിരുന്ന ഇരുവരുടെയും വിവാഹം ഡിസംബർ 26 നിശ്ചയിച്ചിരുന്നു. എന്നാൽ ആത്മഹത്യയുടെ കാരണം ഇപ്പോഴും വ്യക്തമായിട്ടില്ല. പ്രതിശ്രുത വധുവിനു പിന്നാലെ വരനും ജീവനൊടുക്കി. കാസർഗോഡ് പൂച്ചക്കാട് കാട്ടാമ്പള്ളി സ്വദേശിനി വധു അനുശ്രീയാണ് കർണാടകയിലെ ഹുൻസൂരിൽ ജീവനൊടുക്കിയത്. ഇതിനു പിന്നാലെയാണ് പ്രതിശ്രുത വരൻ കണ്ണൂർ അമ്പലത്തട്ട് സ്വദേശി അമലും ജീവനൊടുക്കിയത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കർണാടകയിലെ ഹുൻസൂർ ബ്രാഞ്ചിലെ ജീവനക്കാരിയായിരുന്നു അനുശ്രീ. കർണാടകയിൽ താമസ സ്ഥലത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഇതിനു പിന്നാലെയാണ് പ്രതിശ്രുത വരൻ കണ്ണൂർ അമ്പലത്തട്ട സ്വദേശി അമലും ജീവനൊടുക്കിയത്. അമൽ എറണാകുളത്തെ ബാങ്കിലെ ജീവനക്കാരനാണ്. രാവിലെ 9 മണിയോടെയാണ് നഗരത്തിലെ ലോഡ്ജിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത്. അമലിനെ വീഡിയോ കോൾ വിളിച്ചായിരുന്നു അനുശ്രീ ജീവനൊടുക്കിയത്. ഡിസംബർ 26 ഇവരുടെ വിവാഹം നിശ്ചയിച്ചിരുന്നു. പൂച്ചക്കാട് കിഴക്കേക്കരയിലെ കെ ചന്ദ്രന്റെയും റീനയുടെയും മകളാണ് അനുശ്രീ. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് കൈമാറും. ജീവനൊടുക്കുന്നതിലേക്കുള്ള കാരണങ്ങൾ വ്യക്തമായിട്ടില്ല. ഇരു സംഭവങ്ങളിലും പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 കാസർഗോഡ്. ബിഗ് ബോസ് താരമായാണ് റോബിൻ രാധാകൃഷ്ണനെ മലയാളികൾ ആദ്യം പരിചയപ്പെടുന്നത്. പിന്നീട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടു. കുണ്ടറയിൽ BJP സ്ഥാനാർത്ഥിയായി എത്തിയതോടെ കൂടുതൽ പേർക്ക് റോബിൻ പരിചിതനായി. ഇപ്പോൾ ഇതാ വിവാദവും കൂടിയായതോടെ എല്ലാം പൂർത്തിയായി. ബിഗ് ബോസ് ഷോയിലെ സഹതാരമായ വേദലക്ഷ്മിയാണ് റോബിൻ 8 ലക്ഷം രൂപ തട്ടിയെടുത്തുന്ന ആരോപണവുമായി രംഗത്തെത്തിയത്. സുഹൃത്ത് അഭിൽദേവിൻ്റെ കയ്യിൽ നിന്ന് 45 ലക്ഷം രൂപയും തട്ടിയെടുത്തു. ലക്ഷ്മിയുടെ വാക്കുകൾ വെറുമൊരു തട്ടിപ്പാരോപണം മാത്രമല്ല. BJP എന്ന രാഷ്ട്രീയ പാർട്ടിയെ റോബിൻ രാധാകൃഷ്ണൻ സാമ്പത്തിക ലാഭത്തിനായി ഉപയോഗിക്കുന്നുവെന്നും പറയുന്നുണ്ട്. അതിനിടെ റോബിൻ പണം വാങ്ങുന്നതിൻ്റെ തെളിവായി വീഡിയോയും പുറത്തുവന്നു. ബിഗ് ബോസ് താരവും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ NDA സ്ഥാനാർത്ഥിയുമായിരുന്ന റോബിൻ രാധാകൃഷ്ണനെതിരെ സാമ്പത്തിക തട്ടിപ്പ്, വഞ്ചന തുടങ്ങിയ ഗുരുതര ആരോപണങ്ങളുമായി കൂടുതൽ പേരാണ് രംഗത്ത് വരുന്നത്.
ബിഗ് ബോസ് താരം കണ്ടന്റ് ക്രിയേറ്ററുമായ വേദലക്ഷ്മിക്ക് പിന്നാലെ പ്രമുഖ ഫാഷൻ ഡിസൈനർ അഭിൽ ദേവും റോബിനെതിരെ പരാതികളുമായി രംഗത്തെത്തി. ഇത് റോബിൻ രാധാകൃഷ്ണൻ പണം കടം വാങ്ങിയെന്ന് സ്ഥിരീകരിക്കുന്ന വീഡിയോകളാണ്. റോബിൻ പണം വാങ്ങിയെന്നും അത് തിരികെ നൽകാൻ ബാധ്യസ്ഥനാണെന്നും സമ്മതിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ. 8 ലക്ഷം രൂപയാണ് വേദലക്ഷ്മിക്ക് നൽകാനുള്ളത്. റോബിൻ രാധാകൃഷ്ണനെ ബിഗ് ബോസിൽ വരുന്നതിൻ്റെ ആ ഒരു ടൈമിലും അതിന് മുന്നേ ആയിട്ടൊക്കെ തന്നെ അറിയാവുന്ന ആളാണ്. ഇപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് പോലെ 8 ലക്ഷം രൂപ എനിക്ക് തരാനുണ്ട്. അതിപ്പോൾ ആൾ പ്രസ് മീറ്റ് നടത്തി എന്തൊക്കെ അതിനെതിരെ പറഞ്ഞാലും തെളിവ് ഉൾപ്പെടെയാണ് നമ്മൾ സംസാരിക്കുന്നത്. ആൾ അതിനകത്ത് പറഞ്ഞത് സ്വന്തം ഇമേജ് പോവാതിരിക്കാൻ. സോ ആ സാമ്പത്തിക തട്ടിപ്പ് വർഷങ്ങളായിട്ട് തുടർന്നുകൊണ്ട് വന്നിരിക്കുന്നതിൻ്റെ ഒരു എൻഡിങ് പോയിൻ്റാണ് ഇപ്പോൾ കാണുന്നത്. ഞങ്ങൾക്ക് പറ്റി, അതുപോലെ ഒത്തിരി അധികം ആൾക്കാരുണ്ട് എന്നറിയാൻ കഴിഞ്ഞു. അതിനൊരു പരിസമാപ്തി എന്നുള്ള രീതിയിലാണ് ഞങ്ങളിപ്പോൾ ഇതിനെ കാണുന്നത്. ഇനി ഒരാളും പറ്റിക്കപ്പെടാൻ പാടില്ല എന്നുള്ള രീതിയിൽ ഇതിൽ എൻ്റെ പേരിൻ്റെ കൂടെ അബിലിൻ്റെ പേരും പറഞ്ഞിട്ട് ഞാൻ ഈ പിക്ചറില്ല, എനിക്ക് പൈസ തരാനില്ല എന്ന് പറഞ്ഞിട്ട് ഡയറക്റ്റ്ലി ഒരാളെയും കൂടെ പിടിച്ചിട്ട് അങ്ങനെ ഇടുക എന്നുള്ള രീതിയിലാണ് എൻ്റെ പേര് പറഞ്ഞിരിക്കുന്നത്. കേരള ഫാഷൻ ലീഗ് ഫൗണ്ടർ അഭിൽ ദേവിന് 45 ലക്ഷം രൂപയും നൽകാനുണ്ട്. എന്ന് പറയുന്നത് 45 ലാക്സിലൊന്നല്ല അതുള്ള കഥ. അത് നമ്മൾ ബൈ ഹാൻഡ് ക്യാഷ് ആയിട്ട് കൊടുത്തതുകൊണ്ട് അതേപോലെ തന്നെ അക്കൗണ്ട് വഴി കൊടുത്തതുകൊണ്ട് 2 രീതിയിൽ തന്നെയാണ്. പണം തിരികെ ആവശ്യപ്പെട്ടപ്പോൾ താൻ BJPക്ക് വേണ്ടപ്പെട്ട ആളാണെന്ന് പറഞ്ഞ് റോബിനെ ഹണി ട്രാപ്പിൽ കുടുക്കാൻ ലക്ഷ്മിയും അഭിലും ശ്രമിച്ചെന്ന് പരാതി നൽകുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയെന്നാണ് വേദലക്ഷ്മി പറയുന്നത്. അതേസമയം ഹണി ട്രാപ്പിൽ തന്നെ കുടുക്കാൻ ശ്രമിച്ചെന്ന് പറഞ്ഞ അഭിലിന്റെ പെരുമ്പാവൂരിലെ വീട്ടിൽ നിന്നും എടുത്ത വീഡിയോയും ലക്ഷ്മി തെളിവായി നൽകുന്നു. 2025 വർഷത്തില് അഭിബ്രോ പലതവണ എനിക്ക് പല രീതിയിൽ ഫിനാൻഷ്യലി ഫണ്ട് തന്ന് സഹായിച്ചിട്ടുണ്ട്. അപ്പം ഇനി അതില് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് 36,70,75,000 രൂപ ഇനി അഭിബ്രോന് കൊടുക്കാനുണ്ട്. സോ ഞാൻ ഈ വരുന്ന ജനുവരി 31, 2026 വരെ സമയം ചോദിച്ചിട്ടുണ്ട്. സോ അപ്പം ഓൺ ഓർ ബിഫോർ ജനുവരി 31, 2026 ഞാൻ ഈ പറഞ്ഞ 36,70,75,000 രൂപ അഭിപ്രോവിന് കൊടുക്കുന്നതാണ്. വിഷയത്തിൽ നേരത്തെ BJP സംസ്ഥാന നേതൃത്വം ഇടപെട്ടിരുന്നു. അതേ തുടർന്ന് റോബിൻ അടിയന്തരമായി 5 ലക്ഷം രൂപ മടക്കി നൽകി. ബാക്കി തുക പിന്നീട് നൽകാം എന്നായിരുന്നു റോബിൻ പറഞ്ഞത്. പിന്നീട് ബാക്കി പണം തിരികെ ചോദിച്ചപ്പോൾ ഇരുവരെയും ഭീഷണിപ്പെടുത്തുകയും സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ അസഭ്യം പറയുകയും ചെയ്തെന്നും ഇവർ ആരോപിക്കുന്നു. ആദ്യം ചെറിയ തുകകൾ കടം വാങ്ങി കൃത്യസമയത്ത് തിരികെ നൽകി വിശ്വസ്തത നേടിയെടുക്കുന്നതാണ് റോബിന്റെ രീതിയെന്നാണ് ഇരുവരുടെയും ആരോപണം. പിന്നീട് സൗഹൃദം മുതലെടുത്ത് പലപ്പോഴായി വലിയ തുകകൾ കൈക്കലാക്കിയെന്നും ഇവർ പറയുന്നു. അതേസമയം ആരോപണങ്ങളിൽ റോബിൻ രാധാകൃഷ്ണന്റെ ഭാഗം വ്യക്തമായിട്ടില്ല. പരാതികളിൽ പോലീസ് അന്വേഷണം ഉൾപ്പെടെയുള്ള തുടർ നടപടികൾ നിർണായകമാകും. ന്യൂസ് 18 കൊച്ചി. പട്ടാപ്പകൽ തോക്കും ആയുധങ്ങളുമായി കറങ്ങി നടക്കുന്ന ക്രിമിനൽ സംഘങ്ങളുണ്ട്. യാതൊരു പ്രകോപനവും ഇല്ലാതെ ജനങ്ങളെ ഭീഷണിപ്പെടുത്തുകയും ആക്രമിക്കുകയും കൊള്ളയടിക്കുകയും ചെയ്യുന്നവർ. കേരളത്തിൽ ഭയം കൂടാതെ എങ്ങനെ ജീവിക്കാൻ കഴിയും? മലപ്പുറം തിരൂരിൽ തോക്കു ചൂണ്ടി യുവാവിൻ്റെ ഫോണും സ്ക്രീൻ ലോക്കും തട്ടിയെടുത്ത സംഭവത്തിലേക്കാണ്. തിരൂർ സ്വദേശിയായ യുവാവിനെ ഭീഷണിപ്പെടുത്തി ഫോൺ തട്ടിയെടുത്ത സംഘം സ്വകാര്യ ചിത്രങ്ങൾ പ്രചരിപ്പിച്ചെന്നും പരാതിയുണ്ട്. സുഹൃത്തിനെ കാട്ടിക്കൊടുക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതികൾ യുവാവിനെ ആക്രമിച്ചത്. കേസിൽ താനൂർ സ്വദേശികളായ സാദിഖ്, ഫാസിൽ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. തിരൂർ ആലത്തിയൂരിൽ യുവാവിനെ തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തി മൊബൈൽ ഫോണും ഫോണിന്റെ ലോക്ക് നമ്പറും തട്ടിയെടുക്കുകയും പിന്നീട് സ്വകാര്യ ചിത്രങ്ങൾ സമൂഹ മാധ്യമം വഴി പ്രചരിപ്പിക്കുകയും ചെയ്ത സംഭവത്തിലാണ് 2 പ്രതികളെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. യുവാവിന്റെ സുഹൃത്തിനെ അന്വേഷിച്ചെത്തിയാണ് പ്രതികൾ യുവാവിന്റെ ഫോൺ തട്ടിപ്പറിച്ചതും ചിത്രങ്ങൾ പ്രചരിപ്പിച്ചതും. സംഭവത്തിൽ താനൂർ കോർമൻ കടപ്പുറം സ്വദേശി സാദിഖ്, പട്ടരുപറമ്പ് സ്വദേശി ഫാസിൽ എന്നിവരെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. സാദിഖിനെ തിരൂരിലെ ലോഡ്ജിൽ നിന്നും ഫാസിലിനെ വീട്ടിൽ നിന്നുമാണ് പിടികൂടിയത്.
10-നാണ് കേസിനാസ്പദമായ സംഭവം. ആലത്തിയൂരിലെ ക്ലബ്ബിൽ ഇരിക്കുകയായിരുന്ന യുവാവിന്റെ അടുത്ത് സുഹൃത്തിനെ കാണിച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ടാണ് പ്രതികൾ എത്തിയത്. സുഹൃത്തിനെ ഫോണിൽ വിളിച്ച് കിട്ടാതെ വന്നതോടെ തോക്ക് ചൂണ്ടി മൊബൈൽ ഫോൺ തട്ടിപ്പറിക്കുകയും ലോക്ക് നമ്പർ ഭീഷണിപ്പെടുത്തി ചോദിച്ചു വാങ്ങുകയും ചെയ്തു. പോലീസിനെ അറിയിച്ചാൽ പണി തരുമെന്നും പറഞ്ഞ് ഫോണുമായി പോയ പ്രതികൾ പിന്നീട് ഫോണിലെ സ്വകാര്യ ചിത്രങ്ങൾ യുവാവിന്റെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഇൻസ്റ്റാഗ്രാം വഴി അയച്ചു കൊടുക്കുകയാണ് ഉണ്ടായത്. അറസ്റ്റിലായ സാദിഖ് മലപ്പുറം ജില്ലയിൽ നിരവധി പോലീസ് സ്റ്റേഷനുകളിൽ വിവിധ കേസുകളിൽ പ്രതിയാണ്. തിരൂർ CI അനിൽകുമാർ ടി മേപ്പള്ളിയുടെ നേതൃത്വത്തിൽ SI-മാരായ സുജിത്ത്, നസീർ തിരൂർക്കാട്, ASI സനോജ് എസ്, CPO-മാരായ ഇന്ദ്രജിത്ത്, ഷെമിത് ലാൽ, CPO-മാരായ ടോണി, അനന്തു, ഷിൻസൺ എന്നിവരടങ്ങിയ സംഘമാണ് അന്വേഷണം നടത്തി പ്രതികളെ വലയിലാക്കിയത്. പ്രതികളെ തിരൂർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 തിരൂർ. ഒരു പണിയുമില്ലാത്തവൻ പണി ചോദിച്ചു വാങ്ങും, കിട്ടിയാൽ പിന്നീരുന്ന് മോങ്ങും. ഇതുപോലെയാണ് അർജുൻ ആയങ്കിയുടെ കാര്യം. വെറുതെ പോലീസിനെ ചൊറിഞ്ഞു തുടങ്ങിയതാണ്. ഹീറോയിസം കാണിക്കാൻ ആഭ്യന്തരമന്ത്രിയെ വരെയും വെല്ലുവിളിച്ചു. അതോടെ ആയങ്കിയുടെ ആഫീസും പോയി. ആഭ്യന്തരമന്ത്രിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇടാൻ ഉപയോഗിച്ചതെന്ന് കരുതുന്ന പ്രതിയുടെ മൊബൈൽ ഫോൺ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ആയങ്കിയെ പിടികൂടിയ കണ്ണൂരിലെ അഭിഭാഷകയുടെ അപ്പാർട്ട്മെന്റിന് സമീപത്തു നിന്നാണ് ഐഫോൺ കണ്ടെത്തിയത്. ഇതിന് പുറമെ അർജുൻ ആയങ്കിക്കെതിരെ കാപ്പ ചുമത്തുന്നതിനുള്ള പ്രാരംഭ നടപടികളും പോലീസ് പൂർത്തിയാക്കി. ദിവസത്തെ പോലീസ് കസ്റ്റഡിയിലുള്ള ആയങ്കിയെ രാവിലെ അപ്പാർട്ട്മെന്റിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്നതിനിടെയാണ് കേസിലെ പ്രധാന തെളിവായ മൊബൈൽ ഫോൺ കണ്ടെത്തിയത്. ഈ ഫോണിൽ നിന്നാണ് ആഭ്യന്തരമന്ത്രിക്കെതിരെ പോസ്റ്റുകളും കമന്റുകളും ഇട്ടതെന്നാണ് പോലീസ് സംശയം. ഇക്കാര്യം ശാസ്ത്രീയ പരിശോധനയിലൂടെ സ്ഥിരീകരിക്കേണ്ടതുണ്ടെന്നും അന്വേഷണ സംഘം അറിയിച്ചു. അർജുൻ ആയങ്കിയെ പിടികൂടിയ അഭിഭാഷകയുടെ അപ്പാർട്ട്മെന്റിന് സമീപത്തെ ഷൂറാക്കിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു iPhone 16 Pro ഫോൺ കണ്ടെത്തിയത്. നേരത്തെ അർജുൻ പിടിയിലായ സമയത്ത് ഒരു വിവോ ഫോൺ മാത്രമാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നത്. എന്നാൽ ഈ ഫോണിൽ നിന്നല്ല ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇട്ടതെന്ന് അന്വേഷണത്തിൽ തെളിയുകയായിരുന്നു. തലശ്ശേരി CJM കോടതി 3 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ട അർജുനെ വിശദമായി ചോദ്യം ചെയ്യുന്നതിനിടെയാണ് ഫേസ്ബുക്ക് കുറിപ്പുകളെക്കുറിച്ചും കമന്റുകളെക്കുറിച്ചും ഇയാൾ വെളിപ്പെടുത്തിയത്. എറണാകുളത്ത് നിന്ന് കണ്ണൂരിലേക്ക് വരുന്ന വഴികളിൽ പൊതു ഇടങ്ങളിലെ വൈഫൈ കണക്ഷനാണ് ഇതിനായി ഉപയോഗിച്ചതെന്ന് അർജുൻ പറഞ്ഞു. പിടിയിലാകുന്നതിന് 2 ദിവസം മുമ്പ് ഇയാൾ ഒളിവിൽ കഴിഞ്ഞിരുന്ന തളിപ്പറമ്പിലെ ലോഡ്ജിലെത്തിച്ചും വരും ദിവസങ്ങളിൽ തെളിവെടുപ്പ് നടത്തും. അതേസമയം ചോദ്യം ചെയ്യലിനോട് അർജുൻ ആയങ്കി കൃത്യമായി സഹകരിക്കാത്തത് അന്വേഷണ സംഘത്തിന് തലവേദന സൃഷ്ടിക്കുന്നുണ്ട്. തുടർച്ചയായി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന സാഹചര്യത്തിൽ ആയങ്കിക്കെതിരെ കാപ്പ ചുമത്താൻ പോലീസ് തീരുമാനിച്ചു. നിലവിൽ 23 കേസുകളാണ് ഇയാൾക്കെതിരെയുള്ളത്. സമൂഹത്തിന് ഭീഷണിയാകുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഇയാളുടെ കേസുകളുടെ ചരിത്രം വ്യക്തമാക്കുന്ന റിപ്പോർട്ട് വളപട്ടണം SHO സിറ്റി പോലീസ് കമ്മീഷണർക്ക് സമർപ്പിച്ചു. ഈ റിപ്പോർട്ട് ഉടൻ തന്നെ ജില്ലാ കളക്ടർക്ക് കൈമാറും. കളക്ടറാണ് കാപ്പ ചുമത്തുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. ന്യൂസ് 18 കാസർഗോഡ്. മദ്യപാനം ശീലമാക്കിയവരുണ്ട്, എന്നാൽ കാശ് കൊടുത്ത് കള്ളു കുടിക്കില്ല. തിരുവനന്തപുരം ബാലരാമപുരത്തെ ഒരു കള്ളൻ മദ്യപിക്കാൻ വേണ്ടി നടത്തിയ ഒരു മോഷണത്തിലേക്കാണ്. ബിവറേജസ് ഔട്ട്ലെറ്റിൽ മോഷ്ടിക്കാൻ കയറിയ കള്ളൻ മദ്യം ഉൾപ്പെടെയുള്ള സാധനങ്ങളുമായാണ് കടന്നു കളഞ്ഞത്. കെട്ടിടത്തിന്റെ വാതിലുകൾ തകർത്തായിരുന്നു കവർച്ച. സംഭവത്തിൽ ബാലരാമപുരം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. ബാലരാമപുരത്തെ ബിവറേജസ് ഔട്ട്ലെറ്റിൽ ചൊവ്വാഴ്ച രാത്രിയാണ് മോഷണം നടന്നതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഔട്ട്ലെറ്റിൽ നിന്ന് പണമൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല.
മദ്യക്കുപ്പികൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. കണക്കെടുപ്പ് പൂർത്തിയായാൽ മാത്രമേ വിവരം നൽകാനാകൂവെന്ന് അധികൃതർ അറിയിച്ചു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ കറുത്ത മുഖംമൂടി ധരിച്ച 2 പേരുടെ ദൃശ്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. സംഭവത്തിൽ ബാലരാമപുരം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തി പരിശോധന നടത്തി. പ്രതിയെ ഉടൻ പിടികൂടാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. ന്യൂസ് 18 തിരുവനന്തപുരം. ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയെ നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നവരാണ് സാധാരണ ഏതൊരു മലയാളിയും. മെസ്സി കേരളത്തിൽ വരുമെന്ന് കേട്ടപ്പോൾ മുതൽ കളിപ്രേമികൾ മാത്രമല്ല, ഒരു നാട് മുഴുവൻ ആവേശത്തിലായിരുന്നു. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് കായിക മന്ത്രിയായിരുന്ന വി അബ്ദുറഹ്മാൻ ഇത് പറഞ്ഞ് കുറേ കൊതിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അതിന് പിന്നിൽ വലിയൊരു ചതിയാണെന്ന് അറിഞ്ഞാലോ? വെറും ചതിയല്ല, വൻ തട്ടിപ്പാണ് ഒരു കൂട്ടർ ലക്ഷ്യമിട്ടത്. ഇപ്പോൾ കളിയുടെ ഗതി മാറി. കള്ളപ്പണം വെളുപ്പിക്കൽ, നികുതി വെട്ടിപ്പ് തുടങ്ങിയ ആരോപണങ്ങളാണ് മെസ്സിയുടെ വരവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയരുന്നത്. വിദേശ നാണയം ഇന്ത്യക്ക് പുറത്തേക്ക് കടത്താനും കള്ളപ്പണം വെളുപ്പിക്കാനും ശ്രമിച്ചെന്ന കായിക സെക്രട്ടറിയുടെ റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. അർജന്റീന ടീമിനെയും ലയണൽ മെസ്സിയെയും കേരളത്തിലെത്തിക്കാനുള്ള നീക്കത്തിന്റെ മറവിൽ വലിയ തട്ടിപ്പാണ് ലക്ഷ്യമിട്ടതെന്നാണ് പുറത്തുവരുന്ന വിവരം. വിദേശ നാണ്യം രാജ്യത്തിന് പുറത്തേക്ക് കടത്തൽ മാത്രം ലക്ഷ്യമിട്ടുള്ള നീക്കമായിരുന്നുവെന്ന് കായിക സെക്രട്ടറിയുടെ റിപ്പോർട്ടിൽ പറയുന്നു. അർജന്റീന ടീമിനെ കേരളത്തിലെത്തിച്ച് മത്സരം നടത്തുന്നതിന്റെ സംഘാടകരായും സ്പോൺസറായും സ്വകാര്യ കമ്പനിയെ തെരഞ്ഞെടുത്തതിൽ അതീവ ഗുരുതരമായ ഭരണഘടനാ വീഴ്ചകളുണ്ടെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇതിനായി സ്പോൺസർ നൽകിയെന്ന് പറയപ്പെടുന്ന 126 കോടി രൂപയുടെ മുഴുവൻ സ്രോതസ്സും അന്വേഷിക്കാൻ മുഖ്യമന്ത്രി VD സതീശൻ നിർദ്ദേശം നൽകി. ഇത്രയും പണം എവിടെ നിന്നാണ് സ്പോൺസർ സമാഹരിച്ചത്? ഇത് അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് കൈമാറാൻ ഉപയോഗിച്ച ഏജൻസിയുടെ വിശ്വാസ്യത, മത്സരം നടക്കാത്ത സാഹചര്യത്തിൽ ഈ പണത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിക്കാനാണ് തീരുമാനം. വിജിലൻസിന്റെയോ ക്രൈംബ്രാഞ്ചിന്റെയോ പ്രത്യേക സംഘത്തെ അന്വേഷണത്തിനായി നിയോഗിക്കുന്നത് സംബന്ധിച്ചും ആലോചനയുണ്ട്. മുൻ കായിക മന്ത്രിയുടെ ഓഫീസും മുൻ ചീഫ് സെക്രട്ടറിയും കമ്പനിയുമായി ചർച്ച നടത്തിയ ശേഷം പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ ഉദ്യോഗസ്ഥർക്ക് വാക്കാൽ മാത്രം നിർദ്ദേശം നൽകുകയായിരുന്നു. വാക്കാലുള്ള നിർദ്ദേശത്തിന്റെ മാത്രം അടിസ്ഥാനത്തിലാണ് സ്പോൺസറെ തിരഞ്ഞെടുത്തത്. ഈ സ്വകാര്യ കമ്പനിയെ മാത്രം തിരഞ്ഞെടുത്തതിനുള്ള കൃത്യമായ കാരണങ്ങൾ വിശദീകരിക്കുന്ന ഒരു ഉത്തരവും സർക്കാർ ഫയലുകളിൽ ഇല്ലെന്നും അന്വേഷണ റിപ്പോർട്ടിലുണ്ട്. ഇക്കാര്യത്തിൽ ഒരു അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ സൂചനയാണ് കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയുടെ റിപ്പോർട്ടിലുള്ളത്. അതിനിടെ ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി കേരളത്തിലെത്തുമെന്ന പ്രചരണത്തിനും സാമ്പത്തിക തിരിമറികൾക്കും പിന്നിൽ മുൻ കായിക മന്ത്രിയുടെ നീക്കങ്ങൾ അടിമുടി ദുരൂഹതയെന്ന് കായിക മന്ത്രി OJ ജനീഷ് ആരോപിച്ചു. പൊതുപണം നഷ്ടമായോ എന്നത് മാത്രമല്ല വിഷയമെന്നും മന്ത്രി പറഞ്ഞു. സർക്കാർ എന്ന ഒരു വലിയ അതോറിറ്റിയെ ദുരുപയോഗം ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഒരു സ്വകാര്യ ഇവന്റ് മാനേജ്മെന്റിന് അല്ലെങ്കിൽ ഒരു സ്വകാര്യ ഇവന്റ് നടത്താൻ വേണ്ടി വരുന്ന ഒരു സ്വകാര്യ വ്യക്തിക്ക് സർക്കാരിൻ്റെ പേരുപയോഗിക്കാൻ, സർക്കാരിൻ്റെ ഔദ്യോഗിക സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ, ഭരണയന്ത്രം ഉപയോഗിക്കാൻ, ചീഫ് സെക്രട്ടറി മുതൽ ജില്ലാ കളക്ടറും പോലീസും GCDയും അതോടൊപ്പം തന്നെ SKF ഉൾപ്പെടെയുള്ള മുഴുവൻ സംവിധാനങ്ങളും ഉപയോഗിച്ചുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുമ്പോൾ അതിന് വേണ്ടുന്ന പ്രൊസീജിയറിൽ നടത്തേണ്ടുന്ന കാര്യങ്ങൾ നടത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ നടപടിക്രമങ്ങൾ കൃത്യമായി പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു സ്വകാര്യ വ്യക്തിക്ക് അദ്ദേഹത്തിന് ലാഭമുണ്ടാക്കാൻ സൗകര്യമൊരുക്കിയതിന് ശേഷം സർക്കാരിന് ചില്ലിക്കാശ് നഷ്ടമില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. മെസ്സി വിവാദത്തിൽ മുൻ കായിക മന്ത്രി കാര്യങ്ങൾ വിശദീകരിക്കുമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മറുപടി. ഔദ്യോഗികമായി തനിക്ക് കത്ത് കിട്ടിയിട്ടില്ല, ചില കാര്യങ്ങൾ മാത്രമേ തനിക്ക് അറിയാവൂ എന്നും പിണറായി. അന്ന് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത മന്ത്രി എന്ന നിലക്ക് ശ്രീ അബ്ദുറഹ്മാൻ തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനകത്ത് ഈ പറയുന്ന തരത്തിലുള്ള ഒരു പ്രശ്നവും അടങ്ങിയിട്ടില്ല. വരണമെന്ന് പൊതുവിൽ നാട് ആഗ്രഹിച്ചിരുന്നു. വരുന്നതിനെ നമ്മൾ സ്വാഗതം ചെയ്തിരുന്നു. പക്ഷെ അവർക്ക് അവരുടേതായ കാരണങ്ങളാൽ വരാൻ പറ്റിയില്ല എന്നുള്ളതാണ് പിന്നീട് സംഭവിച്ചത്. അതിൻ്റെ മേലെ എന്തന്വേഷണം നടത്താനാണെന്ന് അന്വേഷിച്ചാലേ പറയാൻ പറ്റും. സ്പോൺസർ എന്ന നിലയിൽ മത്സരം സംഘടിപ്പിക്കാനുള്ള അനുമതിയാണ് ആദ്യ ഉത്തരവിൽ കമ്പനിക്ക് നൽകിയത്. എന്നാൽ 2025 ജനുവരി 7 ഉത്തരവിലൂടെ AFAയുമായി കരാറിലേർപ്പെടാനും അനുമതി നൽകി.
ഒരു സ്വകാര്യ സ്ഥാപനം സർക്കാരിനെ പ്രതിനിധാനം ചെയ്തെന്ന നിയമവ്യാഖ്യാനം ഇതിലൂടെ സാധ്യമായെന്നും സ്പെഷ്യൽ സെക്രട്ടറിയുടെ റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചാണ് കരാറിൽ ഏർപ്പെട്ടതെന്നും മുൻ സർക്കാരിന് ഇതിൽ വ്യക്തത ഉണ്ടെന്നുമായിരുന്നു റിപ്പോർട്ടർ TV ഉടമ ആന്റോ അഗസ്റ്റിന്റെ പ്രതികരണം. അങ്ങനെ ഇവർ പറയുന്നത് ശരിയായിട്ടാണുള്ളതാണ് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് അവരുമായിട്ട് എഗ്രിമെന്റ് ഉണ്ട്, ഗവൺമെന്റിനെ അറിയാം, ഗവൺമെന്റുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, അവർ വരുന്ന ഡേറ്റ് ഗവൺമെന്റിനെ അറിയിച്ചിട്ടുണ്ട്, എല്ലാ രേഖകളും സർക്കാരിന്റെ കയ്യിൽ തന്നെ ഉണ്ട്. പിന്നെ ഇത് ഏത് അടിസ്ഥാനത്തിലാണ് ഈ റിപ്പോർട്ട് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് എനിക്കറിയില്ലാത്തത്. കാരണം ആർക്കെങ്കിലും എതിരെ എന്തെങ്കിലും വെഞ്ചൻസ് തീർക്കാൻ വേണ്ടി റിപ്പോർട്ട് ഉണ്ടാക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറം ഞാൻ വിചാരിക്കുന്നില്ല ഇതൊരു ജെന്യുവൻ റിപ്പോർട്ടാണ് എന്നുള്ള നിലയ്ക്ക്. അപ്പൊ അതിനർത്ഥം എന്ന് പറയുന്നത് അവിടെയുള്ള രേഖകൾ ഒന്നും പരിശോധിക്കാതെയാണ്, ഒരു രേഖയില്ല എന്ന് പറയുന്നതാണ് വിചാരിക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. മദ്യവും ലഹരിയും ഇല്ലാത്ത ഉത്സവങ്ങളെക്കുറിച്ചും ആഘോഷങ്ങളെക്കുറിച്ചും മലയാളികൾക്കിപ്പോൾ ചിന്തിക്കാൻ തന്നെ പ്രയാസമല്ലേ? ഓണത്തിന് എന്താണ് പരിപാടിയെന്ന് സുഹൃത്തുക്കളൊക്കെ ഇപ്പോഴേ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഒരു കൗതുകത്തിൽ തുടങ്ങുന്ന ലഹരി ഉപയോഗം അപകടം ക്ഷണിച്ചു വരുത്തുമെന്ന് ഓർമ്മ വേണം കേട്ടോ. എന്തായാലും മയക്കുമരുന്ന് മാഫിയെ പിടികൂടാൻ പോലീസും എക്സൈസും നാട്ടിൽ സജീവമാണ്. തിരുവനന്തപുരം കഴക്കൂട്ടത്തും പാലക്കാട് ടൗണിലും അഗളിയിലും ഇടുക്കി വണ്ടിപ്പെരിയാറിലും വൻ ലഹരി വേട്ടയാണ് നടന്നത്. ലഹരി മാഫിയയിലെ പ്രധാനികൾ ഉൾപ്പെടെ പൊക്കിയിട്ടുണ്ട്. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്നാണ് വിവരം. സംസ്ഥാനമൊട്ടുക്ക് ഓപ്പറേഷൻ തൂഫാൻ തുടരുമ്പോഴും കഞ്ചാവിന്റെയും ലഹരി മരുന്നുകളുടെയും വിതരണം സജീവമാണെന്നാണ് വ്യക്തമാകുന്നത്. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് 6 കിലോ കഞ്ചാവുമായാണ് വലിയതുറ സ്വദേശി മാഹിൻ കണ്ണ്, പാലോട് സ്വദേശി നൌഷാദ് ഖാൻ എന്നിവരാണ് പിടിയിലായത്. വലിയതുറ സ്റ്റേഷനിലെ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളാണ് മാഹിൻ. 3 അബ്കാരി കേസുകളിൽ പ്രതിയാണ് പിടിയിലായ നൌഷാദ്. ഒഡീഷയിൽ നിന്ന് ട്രെയിൻ മാർഗം കൊച്ചിയിലെത്തിച്ച കഞ്ചാവുമായി ഊബർ വിളിച്ച് തിരുവനന്തപുരത്തേക്ക് വരുമ്പോഴായിരുന്നു അറസ്റ്റ്. സിറ്റി ഡാൻസ് ഓഫ് ടീം കഴക്കൂട്ടത്ത് സർവീസ് റോഡിൽ കാർ തടഞ്ഞു നിർത്തിയാണ് പരിശോധിച്ചത്. 2 കിലോയുടെ പാക്കറ്റുകളിലാക്കി സൂക്ഷിച്ച നിലയിലായിരുന്നു കഞ്ചാവ്. പാലക്കാട് ടൗണിൽ ഒഡീഷ സ്വദേശി സന്തോഷ് കൻഹറിൽ നിന്നാണ് 2.4 കിലോ കഞ്ചാവ് പിടികൂടിയത്. പാലക്കാട്ട് വിൽപ്പനയ്ക്ക് എത്തിച്ചതായിരുന്നു ഇത്. ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. വണ്ടിപ്പെരിയാറിൽ MDMAയും കഞ്ചാവുമായി കണ്ണൂർ തലശ്ശേരി സ്വദേശി അരുൺ പവിത്രനാണ് പിടിയിലായത്. 62-ാം മൈൽ പള്ളിപ്പടിയിലുള്ള ബന്ധുവീട്ടിൽ അരുൺ പതിവായി വന്ന് പോകാറുണ്ടായിരുന്നതിനെ തുടർന്ന് പോലീസ് നിരീക്ഷണത്തിലായിരുന്നു. തലശ്ശേരിയിൽ നിന്ന് പുറപ്പെട്ട അരുണിനെ മൊബൈൽ ടവർ ലൊക്കേഷൻ പിന്തുടർന്നാണ് ഡാൻസ് ഓഫ് ടീമും വണ്ടിപ്പെരിയാർ CIയുടെ നേതൃത്വത്തിലെ പോലീസ് സംഘവും ചേർന്ന് വലയിലാക്കിയത്. കാറിൽ നിന്ന് 3.8 ഗ്രാം MDMA, 10 ഗ്രാം കഞ്ചാവ്, 86,000 രൂപ എന്നിവ കണ്ടെടുത്തു. കണ്ണൂരിൽ അരുണിന്റെയും ഭാര്യയുടെയും പേരിൽ മറ്റ് ലഹരി കേസുകളുണ്ട്. പീരുമേട് കോടതി റിമാൻഡ് ചെയ്തു. അഗളിയിൽ പുത്തൂർ വില്ലേജിൽ ചാളയൂർ ഉന്നതിയിൽ നടത്തിയ പരിശോധനയിൽ എക്സൈസ് 1200 ലിറ്റർ വാഷ് കണ്ടെത്തി നശിപ്പിച്ചു. മണിക്കൂറുകൾ നീണ്ട പരിശോധനയിലാണ് വനത്തിലായിരുന്നു വാഷ് സൂക്ഷിച്ചത്. ആരാണ് ഇവ സൂക്ഷിച്ചതെന്ന് കണ്ടെത്താൻ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം, പാലക്കാട്, ഇടുക്കി. ഒരു യുവജനദിനം കൂടി കടന്നു പോകുകയാണല്ലേ. ഓരോ ചെറുപ്പക്കാരും നമ്മുടെ നാടിൻ്റെ പ്രതീക്ഷയാണ്. പക്ഷേ അതേ യുവത്വം തന്നെയാണ് ഇപ്പോൾ പല അപകടങ്ങളുടെയും ചതിയുടെയും വഞ്ചനയുടെയും ഇരകളാകുന്നത്. ഒരു നിമിഷത്തെ ആവേശം, തെറ്റായ സൗഹൃദങ്ങൾ, ലഹരിയോടുള്ള കൗതുകം, ബന്ധങ്ങളിലെ തർക്കം, ഇതൊക്കെ ചിലപ്പോൾ ജീവിതത്തിൻ്റെ ഗതി തന്നെ മാറ്റിമറിക്കാം. ഈ യുവജന ദിനത്തിൽ പ്രിയപ്പെട്ടവരുടെ ഒരു കാര്യം പറയട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ടായാൽ ജീവിതം അവസാനിപ്പിക്കാനുള്ള തീരുമാനമെടുക്കരുത്. പ്രശ്നങ്ങൾ താൽക്കാലികമാണ്. പക്ഷെ ഒരു തെറ്റായ തീരുമാനം
തിരുത്താൻ പിന്നെ അവസരം ലഭിക്കണമെന്നില്ല. നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരാളോട് സംസാരിക്കുക, മാതാപിതാക്കളോടോ സുഹൃത്തുക്കളോടോ മനസ്സ് തുറക്കുക. ഇവിടെ ജീവിതവും സ്വപ്നങ്ങളും ഒരിക്കലും ഉപേക്ഷിക്കരുത് കേട്ടോ. എന്നാൽ ലഹരിയോടും തെറ്റായ കൂട്ടുകെട്ടുകളോടും നോ പറയാൻ കഴിയണം. ജീവിതം ഒന്നേ ഉള്ളൂ, അത് ആഘോഷിക്കാനുള്ളതാണ്, അവസാനിപ്പിക്കാനുള്ളതല്ല. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.